ഈ ട്രംപ് മലക്കം മറിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നത്തിൽ താൻ ഇടപെട്ടിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഒരു ചായ കുടിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ എന്ന് പറഞ്ഞ അദ്ദേഹം തന്നെയാണ് ഇപ്പോൾ പെട്ടെന്ന് ഒരു മാറ്റവുമായി അല്ലെങ്കിൽ പെട്ടെന്ന് മലക്കം മറിഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും? അദ്ദേഹം ഖത്തറിൽ US സൈനിക ഉദ്യോഗസ്ഥന്മാരുമായിട്ട് സംസാരിക്കുന്ന വേളയിലാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കോൺഫ്ലിക്റ്റിനെ കുറിച്ചൊക്കെ പരാമർശിക്കാനിടയായി. അപ്പോൾ ട്രംപ് ഇടപെട്ടത് കൊണ്ടാണ് പെട്ടെന്ന് പിന്നെ രണ്ട് രാജ്യങ്ങൾക്കിടയിൽ ഒരു വെടിനിർത്തൽ വന്നതെന്നും അത് ട്രംപ് തന്നെ ആവേശപൂർവ്വം ഇന്ത്യൻ സമയം 5:30 വൈകുന്നേരം 5:30 പ്രഖ്യാപിച്ചു. അപ്പോൾ ട്രംപിൽ നിന്നാണ് ലോകം ആദ്യമായിട്ട് അത് കേട്ടത്. അപ്പോഴേക്കും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം കൊടുമ്പിരിക്കൊണ്ട് ഇങ്ങനെ മുൾമുനയിൽ നിൽക്കുകയായിരുന്നു. ഇന്ത്യ മുഴുവനും സാഹൂതം നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എന്താണ് ഓരോ നിമിഷവും എന്താണ് സംഭവിക്കുന്നതെന്ന്. ആ ഒരു സന്ദർഭത്തിൽ ആ വെടിനിർത്തി എന്ന് അമേരിക്കൻ പ്രസിഡൻറ്റ് ഡൊണാൾഡ് ട്രംപ് പറയാനിടയാവുന്നു. അപ്പോൾ നമുക്കൊക്കെ അതൊരു ആശ്ചര്യം ഉണ്ടാക്കി എല്ലാവർക്കും. അത് ഇന്ത്യൻ നേതാക്കളൊന്നും ഒന്നും പറയുന്നില്ല. അമേരിക്ക പെട്ടെന്നങ്ങ് പ്രഖ്യാപിക്കുക. ഇത് ആരുടെ ഉത്തരവാദിത്വത്തിലാണ് അദ്ദേഹം അങ്ങനെ പറയാനിടയായത്? ഇന്ത്യയിൽ കോൺഗ്രസ് നേതാക്കളും പ്രതിപക്ഷവും എല്ലാം ഭയങ്കര ബഹളത്തിലായി. ട്രംപിന് വെടിനിർത്തൽ എന്ത് റോളാണുള്ളത്, അതിൻ്റെ വിശദാംശം വേണമെന്ന് ഇപ്പോഴും ആവർത്തിച്ച് രാഹുൽ ഗാന്ധിയൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം കൂടി അതിന് വന്നു. അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അതീവ ഗുരുതരമായൊരു സംഘർഷാവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് അതിന് അബ്രപ്റ്റായി ഒരു അന്ത്യം പ്രഖ്യാപിക്കാൻ അമേരിക്കൻ പ്രസിഡൻറ്റിന് എന്താ അധികാരം? അദ്ദേഹത്തെ ആരാണ് അതിന് ചുമതലപ്പെടുത്തിയത്? ഇന്ത്യയുടെ ആഭ്യന്തരവും ബാഹ്യവുമായ അധികാര സ്ഥലങ്ങളിലൊക്കെ അമേരിക്കയാണോ ആൻസർ ചെയ്യേണ്ടത്? അദ്ദേഹം കാണിച്ചതൊരു അമിതാവേശമായിട്ട് എല്ലാവർക്കും തോന്നി. ഇന്ത്യ ക്വയറ്റ് ആയിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രിയോ മറ്റ് സൈനിക തലവന്മാരോ ഈ സംഭവത്തെപ്പറ്റി തൽക്കാലം ഒന്നും പറഞ്ഞില്ല. അതേസമയത്ത് സാവകാശം വൈകുന്നേരമായപ്പം വെടിനിർത്തൽ യാഥാർത്ഥ്യമാണ് എന്ന് വ്യക്തമായി. അപ്പോൾ ട്രംപ് പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ ഇതിനകത്ത് തലേ രാത്രിയിൽ എന്താണ് സംഭവിച്ചത്? അപ്പം അത് പാകിസ്ഥാൻ ട്രംപിൻ്റെ കാല് പിടിച്ചു. ഈ 9 സൈനിക താവളങ്ങളിൽ പിന്നെ ഇന്ത്യ മിസൈൽ ആക്രമണം നടത്തി, തകർത്തു കളഞ്ഞു. അപ്പോൾ അവർക്ക് ഒരുപാട് ആൾനാശം വന്നു. ഭീകര പിന്നെ കേന്ദ്രങ്ങളൊക്കെ തവിടുപൊടിയാക്കി. 100ഓളം ഭീകരന്മാർ മരിച്ചു. മാത്രമല്ല പാകിസ്ഥാൻ നടത്തിയിട്ടുള്ള എല്ലാ ആക്രമണങ്ങളെയും ഇന്ത്യ ചെറുത്തു നിന്നു. അവരുടെ ഡ്രോണുകൾ മുഴുവൻ, അത്യാധുനിക ഡ്രോണുകൾ മുഴുവനും ഇന്ത്യ എത്തിയ ഉടനെ തന്നെ നിർവീര്യമാക്കി കളഞ്ഞു. അതിൽ നിന്ന് ഇന്ത്യക്ക് യാതൊരു നാശവും ഉണ്ടാക്കാൻ കാര്യമായി അവർക്ക് പറ്റിയില്ല. പകരം അവർ നമ്മുടെ കാശ്മീർ അതിർത്തിയിലുള്ള ചില പിന്നെ രാജസ്ഥാനിലും പഞ്ചാബിലുമൊക്കെ ചില ആക്രമണങ്ങൾ നടന്നു. ബോർഡർ അതിർത്തിയിൽ അവിടെ ചില സാധാരണക്കാരുടെ വീടുകളിലൊക്കെ കയറി പാവങ്ങളെ കൊന്നു. അങ്ങനെ ആയിരുന്നു അവരതിൻ്റെ കലിപ്പ് തീർത്തത്. ഷെല്ലാക്രമണത്തിലൂടെയാണ്. ഈ ആകാശയുദ്ധത്തിൽ അവർക്ക് തികഞ്ഞ പരാജയമാണ്. മൊത്തത്തിൽ പാകിസ്ഥാന് വലിയ ക്ഷീണമായി. ആ സന്ദർഭത്തിൽ ഭരണകൂടം എങ്ങനെയെങ്കിലും ഇതൊന്ന് അവസാനിപ്പിക്കണം എന്ന അവസ്ഥയിലേക്ക് പരക്കം പായാൻ തുടങ്ങി. അപ്പോൾ ഇന്ത്യ ആര് പറഞ്ഞാൽ കേൾക്കും. ഇപ്പോൾ ട്രംപും പിന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ നല്ല സൗഹൃദമുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. ഒരുപക്ഷെ ഇന്ത്യ പറഞ്ഞത് തണുപ്പിച്ച് നിർത്താൻ ട്രംപിനെ പറ്റൂ എന്ന് കരുതി ട്രംപിൻ്റെ കാല് പിടിച്ചു. ഇതെങ്ങനെങ്കിലും ചേട്ടാ ഇതൊന്ന് അവസാനിപ്പിച്ച് തരണം എന്ന അവസ്ഥയിലേക്ക് അവർ എത്തി. അപ്പോൾ ട്രംപ് തീർച്ചയായിട്ടും ഇന്ത്യൻ പിന്നെ പ്രധാനമന്ത്രിയോട് സംസാരിച്ചിരിക്കും, ആശയവിനിമയം നടത്തിയിരിക്കും. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്? നമ്മൾ ഈ പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്യുന്നില്ല, ഭീകര താവളങ്ങളെയാണ് ആക്രമിക്കുന്നത്. ഭീകരന്മാരെ ഇന്ത്യയിലെ പഹൽഗാമിൽ കാണിച്ച തെമ്മാടിത്തരത്തിന് നമ്മൾ പ്രത്യാക്രമണം നടത്തുകയാണ്. പാകിസ്ഥാൻ്റെ മണ്ണിൽ നിന്ന് ഈ ഇന്ത്യ വിരുദ്ധ ഭീകര പ്രവർത്തനം അവസാനിപ്പിക്കണം. അതാണ് ഇന്ത്യയുടെ ലക്ഷ്യം. അതിന് ഈ പഹൽഗാം ഒരു കാരണമായി. അതിന് മറുപടി കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വളരെ അർത്ഥവത്തായി സിന്ദൂർ ഓപ്പറേഷൻ എന്ന പേര് വിട്ടു. അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വൈകാരികമായ ഒരു പദപ്രയോഗമാണ്. ആ അർത്ഥത്തിലൊരു ഓപ്പറേഷൻ. മറുപടി. അതുകൊണ്ട് ഭീകര താവളങ്ങൾ അടിച്ചമർത്തും. അതുവരെ
പിന്നെ പാകിസ്ഥാൻ എന്ത് ബഹളം ഉണ്ടാക്കിയാലും ഞങ്ങളത് നേരിടും. നിങ്ങൾ മീഡിയേറ്റേഴ്സ് ഇതുവരെ ക്ഷമിക്കണം. അങ്ങനെ ഇന്ത്യ ആ ടാർഗറ്റ് പൂർത്തിയാകുന്നവരെ ട്രംപിൻ്റെ വാക്കുകളെ മുകളിലേക്ക് എടുത്തില്ല. അപ്പോൾ ട്രംപ് 9 താവളങ്ങൾ ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ ഇന്ത്യ ഏകദേശം പൂർത്തിയാക്കി എന്ന് മനസ്സിലാക്കിയപ്പോൾ അത് ട്രംപ് അങ്ങ് പ്രഖ്യാപിച്ചു. അത് കഴിഞ്ഞപ്പം ഈ പാകിസ്ഥാനെ ആയുധം നൽകി സഹായിച്ചുകൊണ്ടിരിക്കുന്ന ചൈനയ്ക്ക് ക്ഷീണമായി. ഞങ്ങളൊന്നും അറിയാതെ നിങ്ങൾ സീസ് ഫയർ എത്തിയത് ട്രൂസ് എങ്ങനെ ഉണ്ടായി എന്നുള്ളത് അവർക്ക് ഒരു വലിയ അഭിമാന പ്രശ്നമായി. അപ്പോൾ ചൈന പ്രതിഷേധിക്കാൻ തുടങ്ങി പാകിസ്ഥാനോട്. അപ്പോൾ പാകിസ്ഥാൻ വീണ്ടും ഒരു വെട്ടിലായി. അപ്പോൾ അതിനെന്ത് ചെയ്തു പാകിസ്ഥാൻ? ഇത് അവസാനിച്ചിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടി രാത്രി 8:30-ക്ക് 5:30-ക്ക് പ്രഖ്യാപിച്ച വെടിനിർത്തൽ, ട്രംപ് പ്രഖ്യാപിച്ച വെടിനിർത്തൽ ശരിയല്ല എന്ന് കാണിക്കാൻ വേണ്ടി പൂഞ്ചിൽ പോയി 3-4 വെടിയും കൊണ്ട് വെച്ചു. അപ്പോൾ അന്നേരം കഴിഞ്ഞിട്ടില്ല എന്ന്. അപ്പം നമ്മുടെ ഇന്ത്യയിൽ അന്നേരം വെടിനിർത്തലായി എന്ന വാർത്ത ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കെ പൂഞ്ചിൽ വെടിവെപ്പ് നടക്കുന്നു. അപ്പോൾ വെടിനിർത്തലായിട്ടില്ല എന്നൊക്കെ നമ്മുടെ TV ആങ്കേഴ്സ് പറയാൻ തുടങ്ങി. അപ്പോൾ ഈ തരത്തിൽ പിന്നെ ചൈനയെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു 3-4 വെടിയും കൂടെ കഴിഞ്ഞിട്ട് സംഗതി ഉള്ളതാണ്. ഇപ്പോൾ ആ ട്രംപ് ആ വാക്കിൽ നിന്ന് മലക്കം മറിഞ്ഞിരിക്കുകയാണ്, കടകം തിരിഞ്ഞു. ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല ഈ വെടിനിർത്തലുണ്ടായത്. ഞാൻ 2 ഭരണാധികാരികളോടും സംസാരിച്ചു, നിങ്ങൾ കൺസിലിയേറ്റ് ചെയ്തു പ്രശ്നം തീർക്കണം. അപ്പോൾ ഇന്ത്യ കൺസിലിയേഷന് തയ്യാറാണ്. പക്ഷേ കൺസിലിയേഷൻ നമ്മളുടെ ഉപാധി എന്താണ്? ദീർഘകാലമായി നിലനിൽക്കുന്ന കാശ്മീർ പ്രശ്നം പരിഹരിക്കണം. അതാണ് ഓക്കുപ്പൈഡ് കാശ്മീർ തിരിച്ചു കിട്ടണം. അത് ഇന്ത്യയുടെ അവകാശമാണ്. അവിടെ ഒരു മൂന്നാമസ്ഥൻ്റെ ആവശ്യമില്ല. അപ്പോൾ പാകിസ്ഥാൻ്റെ നിരന്തരമായ ആവശ്യം അത് UN-ൽ കൊണ്ടുപോകണം. ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വേൾഡ് മീഡിയേറ്ററെ അതിൽ ഉൾപ്പെടുത്തണം. അതിന് ഇന്ത്യ തയ്യാറല്ല. തികച്ചും ഇന്ത്യയുടെ പിന്നെ ആഭ്യന്തര പ്രശ്നമാണ്. അത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു തർക്ക പ്രശ്നമാണ്. അങ്ങനെ തീർക്കണം എന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കും. ഒരു കൺസിലിയേറ്ററി ടേബിളിലേക്ക് 2 രാജ്യത്തിൻ്റെയും ഭരണാധികാരികൾ ഇനിയും എത്താനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഒന്നാമത്തെ ഇന്ത്യൻ ഡിമാൻഡ് ഓക്കുപ്പൈഡ് കാശ്മീർ ഇന്ത്യക്ക് വിട്ടുകിട്ടണം എന്നതാണ്. അത് 48-ൽ പോയതാണ്, തിരിച്ചു പിടിക്കണം. അതിനുവേണ്ടിയാണ് ഇന്ത്യയും പാകിസ്ഥാൻ എന്ന് പറയുന്ന അയൽരാജ്യവുമായിട്ട് ഇത്ര കാലവും ഈ കോൺഫ്ലിക്റ്റ് നിലനിൽക്കുന്നത്. അത് ഇതിൽ ഒത്തുതീർപ്പ് വരികയാണെങ്കിൽ പിന്നെ കുറേ കാലത്തേക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അത് അങ്ങനെ തീരാനായിരിക്കും സാധ്യത. ഈ ട്രംപിൻ്റെ പല നിലപാടുകൾ, എടുത്തുചാടിയുള്ള പല തീരുമാനങ്ങൾ മറ്റ് പല രാജ്യങ്ങൾക്കും അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. വ്ളാഡിമിർ പുടിനാണെങ്കിലും ബെഞ്ചമിൻ നെതന്യാഹു ഒക്കെ ആണെങ്കിലും അത് പല തവണ അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. എന്താണ് ട്രംപ് ഈ തിടുക്കപ്പെട്ട് ഇത്തരത്തിലുള്ള തീരുമാനം? ട്രംപിന് ഒരു ആവേശമുണ്ട്. അദ്ദേഹം ബിസിനസ് മാൻ ടേൺഡ് പൊളിറ്റീഷ്യനാണല്ലോ. അപ്പം ഞാൻ ആദ്യം അമേരിക്ക ഫസ്റ്റ് എന്നൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപിത മുദ്രാവാക്യം. അപ്പോൾ പിന്നെ മാത്രമല്ല അദ്ദേഹത്തിനൊരു കോംപ്ലക്സ് ഉണ്ട്. അദ്ദേഹം പ്രായം ആധിക്യം വന്ന നേതാവാണെന്ന് കഴിഞ്ഞ തവണ ഡെമോക്രാറ്റ്സുകൾ ആരോപിക്കുന്നു. അപ്പോൾ പുള്ളി അന്ന് ജോ ബൈഡനെ വൃദ്ധനെന്ന് വിളിച്ചപ്പോഴേ അതിൽ നിന്ന് 2 വയസ്സ് മാത്രം കുറവുള്ള 2-3 വയസ്സേ ഉള്ളൂ ട്രംപിനും കുറവ്. അപ്പോൾ ട്രംപ് അങ്ങ് ചെറുപ്പക്കാരനായിട്ട് ഭാവിക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു കോംപ്ലക്സ് ആണ്. അപ്പോൾ അതിൽ വാക്കിലും പ്രവൃത്തിയിലും അദ്ദേഹം യുവത്വത്തിൻ്റെ എടുത്തിയാട്ടം കാണിക്കുകയും ആ തരത്തിലുള്ള ഒരു ആവേശമാണ് ഇതിലും കാണിച്ചത്. അദ്ദേഹം സത്യത്തിൽ പാകിസ്ഥാൻ ഭരണാധികാരികൾ അദ്ദേഹത്തിൻ്റെ കാല് പിടിച്ചു എന്നും അദ്ദേഹം മോഡിയായിട്ട് സംസാരിച്ചു എന്നുള്ളതിനൊന്നും ആരും അത് അസത്യമാണെന്ന് വിചാരിക്കുന്നില്ല. അതിനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ പക്ഷേ ആ സാധ്യത ഒരു പക്വതയുള്ള നേതാവിൻ്റെ രീതിയിലല്ല അദ്ദേഹം കൈകാര്യം ചെയ്തത്. അപ്പോഴും ഞാൻ വിചാരിച്ചവന്മാരെല്ലാം തീർത്തുന്ന ഉള്ള ലെവലിലായി. അപ്പോൾ അത് ഇന്ത്യക്കകത്ത് ഇവിടുത്തെ പ്രതിപക്ഷത്തിന് മുതലെടുക്കാനുള്ള ഒരു വടി വന്ന് കൈപ്പെട്ടതുപോലെ തോന്നി. ഇപ്പോൾ ഖത്തറിൽ ട്രംപ് ഇത് പറയുന്നതോടെ ഇനി രാഹുൽ ഗാന്ധി എന്ത് ഡിമാൻഡ് വയ്ക്കും? ട്രംപിൻ്റെ റോൾ എന്ത്? ട്രംപിൻ്റെ റോൾ അദ്ദേഹം ഖത്തറിൽ വെളിപ്പെടുത്തി കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് പറഞ്ഞ് നിൽക്കാൻ പറ്റില്ല. അതോടെ അതിൻ്റെ അതിലടച്ചു. അത് ശരിക്കും പറഞ്ഞാൽ ട്രംപിനും ഈ ഇന്ത്യയുടെ ഒരു ശേഷി അല്ലെങ്കിൽ അതിൻ്റെ ആയുധ ശേഷിയും ഇന്ത്യയുടെ നയതന്ത്ര ബന്ധങ്ങളും അതോടൊപ്പം തന്നെ നരേന്ദ്രമോദി
ലോകരാജ്യങ്ങളുമായിട്ടുണ്ടാക്കിയ ആ സംഭവങ്ങളെല്ലാം അദ്ദേഹത്തിന് അറിയാം. പക്ഷേ അദ്ദേഹം ഒരു ഘട്ടത്തിൽ ഈ പറഞ്ഞതുപോലെ സാമ്പത്തികവും എല്ലാം കൂടെ നോക്കിയിട്ടാണ് ഈ പാകിസ്ഥാന് വേണ്ടിയിട്ട് ഇത്തരത്തിലൊരു പ്രസ്താവനകളൊക്കെ ഇറക്കിക്കൊണ്ടിരുന്നത്. അതെ അതെ സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ ശക്തി എന്താണെന്നും നരേന്ദ്രമോദി എന്താണെന്നൊക്കെ അദ്ദേഹത്തിന് വളരെ വ്യക്തമായി അറിയാം. തീർച്ചയായിട്ടും അത് അമേരിക്കയിലെ പിന്നെ നയതന്ത്ര വിദഗ്ധന്മാർ സൗഹൃദം ഈ കോൺഫ്ലിക്റ്റ് ഇതിൽ ഇന്ത്യയുടെ പ്രവർത്തനം വിലയിരുത്തുകയും പാകിസ്ഥാൻ്റെ ചെറുത്തുനിൽപ്പിലുള്ള പരാജയം എണ്ണി നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കൃത്യമായി. കാരണം ഇന്ത്യ ആയുധ നിർമ്മാണത്തിൽ ഈ പുതിയ പിന്നെ യുദ്ധതന്ത്രത്തിൽ വളരെ അഡ്വാൻസ് ചെയ്തിരിക്കുന്നു. ഇവിടുത്തെ സ്റ്റാർട്ടപ്പുകളിൽ ഇനിയും പേര് പറയാൻ സെക്യൂരിറ്റി റീസൺസ് കൊണ്ട് നമുക്ക് പേര് പറയാൻ പറ്റാത്ത സ്വകാര്യ കമ്പനികളായ സ്റ്റാർട്ടപ്പുകളിൽ നിർമ്മിച്ചെടുത്ത സാങ്കേതിക ഉപകരണങ്ങളും ആശയങ്ങളും കൊണ്ടാണ് ഈ യുദ്ധം നയിച്ചത്. അപ്പോൾ ഇത് ആദ്യമായി ഇന്ത്യ നടത്തുന്ന ഒരു ഡിജിറ്റൽ വാറാണ്. അതിന് ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച ഉപകരണങ്ങളാണ് കൂടുതൽ ഉപയോഗിച്ചത്. അപ്പോൾ അതുവഴി ഇന്ത്യ ഈ ആയുധ മണ്ഡലത്തിൽ നേടിയിരിക്കുന്ന വളർച്ച അതിൻ്റെ ടെസ്റ്റും കൂടിയാണ് ഇപ്പോൾ നടത്തുന്നത്. ആ ടെസ്റ്റിൽ ഇന്ത്യ വളരെ സുത്യർഹമാംവിധം വിജയിച്ചിരിക്കുന്നു. ഇന്ന് ഖത്തറിൽ സൈനിക ഉദ്യോഗസ്ഥന്മാരുമായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് പങ്കുവച്ച ആശയം ഇതാണ്. കാരണം പിന്നെ ന്യൂയോർക്ക് ടൈംസ് കഴിഞ്ഞ ദിവസം ഈ ഇന്ത്യയുടെ ഡിഫൻസ് ശക്തിയെക്കുറിച്ചൊരു ലേഖനം പ്രസിദ്ധീകരിച്ചു. ഇന്ത്യയെ സർവാത്മന അംഗീകരിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന പത്രമൊന്നുമല്ല ന്യൂയോർക്ക് ടൈംസ്. തരം കിട്ടുമ്പോൾ ഇന്ത്യയെ കൊച്ചാക്കാനും ഇടിച്ച് താഴ്ത്തി ലേഖനം എഴുതി പ്രസിദ്ധീകരിക്കാനും ഔത്സുക്യം കാണിക്കുന്ന അൺലൈക്ക് വാഷിങ്ടൺ പോസ്റ്റ് ഒരു പത്രമാണ്. അപ്പോൾ അവർ ഈ രീതിയിലൊരു നിലപാടെടുത്തപ്പോൾ ഇന്ത്യയുടെ കേപ്പബിലിറ്റിയെ, ഡിഫൻസ് കേപ്പബിലിറ്റിയെ അവർ ഓരോ ഉപകരണത്തിൻ്റെയും പേര് പറഞ്ഞ് വിലയിരുത്തി ആശ്ചര്യം കൊള്ളുകയും ഇന്ത്യ മാറി എന്ന് വിലയിരുത്തുകയും ചെയ്തിരിക്കുന്നു. അത് ബാംഗ്ലൂർ മുതൽ ലക്നൗ വരെ, അഹമ്മദാബാദ് മുതൽ തിരുവനന്തപുരം വരെ ഉള്ള സ്ഥലങ്ങളിൽ, ചെന്നൈ, ഇപ്പോൾ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നിർമ്മിച്ച ഉപകരണങ്ങളുടെ എല്ലാം കൂടെയും ഒരു ടെസ്റ്റ് വേദിയും കൂടിയായിരുന്നു ഈ സിന്ദൂർ ഓപ്പറേഷൻ. അങ്ങനെ ആ അർത്ഥത്തിൽ തന്നെ ന്യൂയോർക്ക് ടൈംസിലെ ലേഖനം വിലയിരുത്തുന്നുണ്ട്. ഇത് ട്രംപിൻ്റെ നയതന്ത്ര ആസൂത്രകന്മാരും യുദ്ധവിദഗ്ധന്മാരും ഒക്കെ ഇത് ട്രംപിന് ബ്രീഫ് ചെയ്യത്തില്ലേ? ഇതിനേക്കാളും അഡ്വാൻസ് ആയിട്ടുള്ള വിവരങ്ങൾ ബ്രീഫ് ചെയ്യില്ലേ? അപ്പോൾ ഇന്ത്യ കഴിഞ്ഞ 8 വർഷം കൊണ്ട് ഈ സ്റ്റാർട്ടപ്പുകളിലൂടെയും DRDO വഴിയും NBOയിൽ വഴിയും നിർമ്മിച്ചെടുത്തിരിക്കുന്ന ISRO, ഈ 3 സ്ഥാപനങ്ങളിലൂടെ ഇന്ത്യ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന പ്രതിരോധ ശക്തി, അതിനുള്ള പുതിയ ഉപകരണങ്ങൾ, ഒരു ഡിജിറ്റൽ വാറിലേക്ക് പോകുവാൻ ഏത് രാജ്യത്തെ ഏത് ഉപകരണം, നമ്മൾ പാലസ്തീനിൽ കഴിഞ്ഞ തവണ ഇസ്രായേൽ പ്രയോഗിച്ചൊരു സാങ്കേതിക വിദ്യ കണ്ടല്ലോ, പേജർ പൊട്ടിത്തെറിക്കുന്നു. അതുപോലെ ഇനി ഈ ഐഫോണുകൾ ഉപയോഗിക്കുമ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൊട്ടിത്തെറിക്കാനുള്ള വിദ്യ ഉണ്ടാവും. നമ്മുടെ വീട്ടിലെ സ്വീകരണ മുറിയിലിരിക്കുന്ന TV ഒരു യുദ്ധോപകരണമായി മാറും. അപ്പോൾ ഇനി അടുത്ത ഭാവിയിലെ യുദ്ധം ഈ തരത്തിലൊക്കെയാണ് വരുന്നത്. ഈ TVയെ ഒരു ബോംബാക്കി മാറ്റുവാനുള്ള സാങ്കേതിക വിദ്യ ദൂരെ ഇരുന്ന ഒരാൾക്ക് ഡെവലപ്പ് ചെയ്യാം. അതിപ്പോൾ തന്നെ ഇസ്രായേലിൻ്റെ കയ്യിലുണ്ട്. ഇന്ത്യയുടെ പ്രതിരോധ കാര്യത്തിലെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഇസ്രായേൽ. അപ്പോൾ ഈ തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന യുദ്ധതന്ത്രങ്ങളും രീതികളും ഇന്ത്യ സാവകാശമെങ്കിലും സ്വായത്തമാക്കിയിരിക്കുന്നു. അത് ഇന്ത്യൻ കേപ്പബിലിറ്റി കൊണ്ടുകൂടി വരുന്നതാണ്, കടം കൊണ്ടതല്ല. റഫാൽ ഫ്രാൻസിൽ നിന്ന് വാങ്ങുന്നതോടുകൂടി നമുക്ക് ആ കാര്യത്തിലുള്ള ഒരു സ്വാശ്രയത്വം ഇനി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. റഫാലിനേക്കാളും ശക്തിയുള്ളത് ഇന്ത്യയിൽ വാങ്ങാം. അമേരിക്കയുടെ F-16 വിമാനത്തെയാണ് റഫാൽ തകർത്തിട്ടത് ഇപ്പോൾ. അപ്പോൾ അതിൻ്റെ ചുരുക്കം അമേരിക്കയിലേക്കുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇന്ന് ഖത്തറിൽ സൈനിക ഉദ്യോഗസ്ഥരുമായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് പങ്കുവയ്ക്കുന്ന വേളയിലാണ് താനല്ല ഇതിൻ്റെ യഥാർത്ഥത്തിൽ വെടിനിർത്തൽ ഉത്തരവാദി, അത് ഇരു രാജ്യങ്ങളുടെയും ഭരണാധികാരികൾ തമ്മിൽ ചർച്ച ചെയ്താണ് എന്ന കാര്യം
ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ആദ്യത്തെ ആവേശമൊക്കെ പോയി. ഇതാണ് സത്യം. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.